എന്തുപറ്റി പറ? ഉച്ചയ്ക്ക് സംസാരിക്കാന്ന് നമ്മൾ തീരുമാനിച്ചല്ലേ, പിന്നെ എന്തിനാ കൈലാഷ് സാറിനോട് വരാന്ന് പ്രിയൻ ചേട്ടൻ ഏറ്റത്? അതിനിപ്പോ എന്താ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് സംസാരിച്ച പോരെ? കൈലാഷ് സാർ ഇപ്പോ നമ്മളോട് പഴയതുപോലെ സംസാരിച്ചു തുടങ്ങി. നമ്മൾ വരുന്നില്ല എന്ന് പറഞ്ഞ പഴയതെല്ലാം നമ്മൾ മനസ്സിൽ വെക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നും. അദ്ദേഹത്തെ അങ്ങനെ വേദനിപ്പിക്കുന്നത് ശരിയാണോ? അല്ല. ആ, അതാ ഞാൻ വരാന്ന് പറഞ്ഞത്. ശരി, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ജോലി ചെയ്ത് തീർത്തില്ലെങ്കിലേ ആ കരുണാകരന്റെ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടി വരും. ഓട്ടെ, ഉച്ചയ്ക്ക് സംസാരിക്കാം. ശരി. ഞാൻ വിചാരിച്ചതൊന്നും ഇനി നടക്കില്ലല്ലോ. കൈലാഷ് സാർ കാരണം എല്ലാം മുടങ്ങി. കൃഷ്ണേട്ടാ. എന്താ സാർ? എല്ലാം റെഡിയല്ലേ? അവരിപ്പോ എത്തും. എല്ലാം റെഡിയാണ് സാർ. നല്ല ഒന്നാന്തരം ഫുഡായിരിക്കണം. അവരുടെ ജീവിതത്തില് ഇത്രയും നല്ല ഫുഡ് അവർ കഴിച്ചിട്ടില്ല എന്ന് പറയണം. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നു. അത് മതി. സീതാമ്മയുടെ ടേസ്റ്റ് നോക്കിയിട്ട് നന്നായെന്ന് പറഞ്ഞു. മമ്മി പോയില്ലേ? ഇല്ല. ഞാൻ ഇറങ്ങാൻ നിൽക്കുമ്പോഴാ നീ വീട്ടിലേക്ക് വിരുന്നുകാർ വരുന്നുണ്ടെന്നും നല്ല ഭക്ഷണം ഉണ്ടാക്കണമെന്നൊക്കെ കൃഷ്ണനെ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടത്. നിനക്കിത്രയും വേണ്ടപ്പെട്ടവർ വരുമ്പോ ഞാനില്ലാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി. അപ്പോ മമ്മിയുടെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേക്ക് പോകുന്നില്ലേ? ഏയ്, അവിടെയുള്ള ഫ്രണ്ട്സിന്റെ കൂടെ പരദൂഷണവും പൊങ്ങച്ചവും പറഞ്ഞിരിക്കുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം നിന്റെ കൂടെ ഇവിടെ സമയം ചെലവഴിക്കുന്നതാ. പാർവതിയും പ്രിയനെയും മമ്മി കണ്ട ആകെ പ്രശ്നമാവുമല്ലോ. അവരിങ്ങോട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് എങ്ങനെയെങ്കിലും തടയണം. അല്ല, ആരാ നിന്റെ വിരുന്നുകാര്? കൂട്ടുകാര് വല്ലതുമാണോ? ആ, അതെ. നന്നായി. എനിക്ക് നിന്റെ കൂട്ടുകാരെ പരിചയപ്പെടാലോ. എനിക്ക് അർജന്റായിട്ട് ഒരു കോൾ ചെയ്യാനുണ്ട്. ഞാനിപ്പോ വരാം. ശരി മോനെ. ഞാനില്ലാത്തപ്പോ പാർവതി ഈ വീട്ടിൽ കയറ്റാന്ന് നീ കരുതിയോ? അതിന് ഞാൻ സമ്മതിക്കില്ല മോനെ. ഇന്ന് വല്ലാത്ത പണിയായിപ്പോയി. എന്തായാലും ഉച്ചയ്ക്ക് മുമ്പ് ഓർഡർ തീർത്തു കൊടുത്തപ്പോ ഒരു മനസമാധാനം കിട്ടി. ഇനി സമാധാനത്തോടെ ഭക്ഷണം കഴിക്കാലോ. നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് എത്ര കാലമായി. വേഗം വാ. ഞങ്ങളിന്ന് ഉണ്ടാവില്ല മോഹന. അതെന്താ? കൈലാഷ് സാർ എന്നെയും പാറുവിനെയും അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലാന്ന് പറഞ്ഞുപോയി. അയാളെന്തിനാ നിങ്ങളെ ക്ഷണിച്ചത്? നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവില്ലേ? അത് മനസ്സിലാക്കാതെ വെറുതെ ഇടയിൽ കയറി കളിക്കാനായിട്ട് അയാൾക്ക് നാണമില്ല. നീ വെറുതെ കൈലാഷ് സാറിനെ കുറ്റപ്പെടുത്തരുത്. നിനക്ക് മുതലാളിയെ കുറ്റം പറഞ്ഞ അപ്പ കയറി കൊള്ളുമല്ലോ. നീ എന്തെങ്കിലും ചെയ്. സൗസോ, നമുക്ക് ഭക്ഷണം കഴിക്കാം. പ്രിയഞ്ചേട്ടാ, പ്രിയഞ്ചേട്ടൻ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് പ്രിയഞ്ചേട്ടന്റെ ഫുഡ് ഞാൻ എടുത്തോട്ടെ? അതിനെന്താ, കഴിച്ചോ. താങ്ക് യു ചേട്ടാ. വാ. എന്തു പറ്റി പാറു? എന്തോ ഒരു ടെൻഷൻ ഉള്ളത് പോലെ തോന്നുന്നു. നമ്മള് കൈലാഷ് സാറിനെ കാണാൻ പോണെന്ന് നിർബന്ധമുണ്ടോ? നമ്മള് വരാന്ന് സമ്മതിച്ചല്ലേ. നീ പോയില്ലെങ്കിൽ അദ്ദേഹത്തിനോട് കാണിക്കുന്ന മര്യാദകേടാവും. നമ്മൾ കൈലാഷ് സാറാ വിളിക്കുന്നത്. നമ്മൾ ഇറങ്ങിയോന്ന് അറിയാൻ വേണ്ടിയായിരിക്കും. ഹലോ സർ, ഞങ്ങൾ ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങും. ഒരു 10 മിനിറ്റിൽ അവിടെ എത്തും. പ്രിയൻ, ഇവിടെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. നമുക്ക് ഒരുമിച്ച് കഴിക്കുന്നത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയാലോ? എന്തോറ്റി സർ, എന്താ പ്രശ്നം? മമ്മി ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയില്ല, ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് വന്ന മമ്മി എന്തേലൊക്കെ പറയാൻ സാധ്യതയുണ്ട്. വെറുതെ പ്രിയനും പാർവതിക്കും അതൊരു വിഷമാവും. മനസ്സിലായി സർ. നമുക്ക് വേറൊരു ദിവസം ഒരുമിച്ച് കഴിക്കാം. ഐ എം റിയലി സോറി പ്രിയൻ. ഇതിനൊക്കെ എന്തിനാണ് സർ സോറി പറയുന്നത്? ഇപ്പോഴും ഞങ്ങൾക്ക് വേണ്ടിയല്ലേ സാർ ഈ തീരുമാനമെടുത്തത്. ഞങ്ങൾ സാറിനോട് നന്ദി പറയാ വേണ്ടത്. ഓക്കെ പ്രിയൻ, ബൈ. എന്തോ
നീ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാം നടന്നു. മനസ്സിലായില്ല. കൈലാഷ് സാറ് ഇന്നത്തെ പരിപാടി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു. ഞാനാണെങ്കിൽ എടുത്തു ചാടി സൗന്ദര്യക്ക് എന്റെ ഭക്ഷണവും കൊടുത്തു. ഇനി പട്ടിണി അടക്കേണ്ടി വരുമോ? വാ വാ. നിന്റെ കൂട്ടുകാരെത്താറായോ? ഇല്ല മമ്മി, അവർക്ക് അവസാന നിമിഷം പ്ലാൻ മാറ്റേണ്ടി വന്നു. ഓ, അവര് വരുന്നില്ല. അതാരാ ഇത്ര തിരക്കുള്ള കൂട്ടുകാര്? അത് ഞാൻ ക്ലബിൽ വെച്ച് പരിചയപ്പെട്ടവരാ. മമ്മി അറിയാൻ സാധ്യത കുറവാ. മമ്മിക്ക് എല്ലാം അറിയാം മോനെ. ആ, എന്തായാലും ഇത്രയും ഭക്ഷണം ഉണ്ടാക്കിയത് വേസ്റ്റ് ആവൂലോ. ആന്റി, ആ, ഇതാരാ മുക്തയോ? നീ എന്താ മോളെ ഇവിടെ? ഈ ഫയലുകളൊക്കെ ഇവിടെ വെക്കാൻ അങ്കിൾ പറഞ്ഞിരുന്നു. ഉം. അത് കമ്പനിയിൽ നിന്ന് ഞാൻ വരുമ്പോ എന്റെ കയ്യിൽ തന്നൂട്ടാ പോരെ. നീ എന്തിനാ കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നത്?